നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റി. ഹൗ ടു കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ നോക്കിയതെല്ലാം കോസ്റ്റാണ്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബ്രിക്സ് എത്രയാണ് വേണ്ടി വരിക, അങ്ങനെ നമ്പർ ഓഫ് ബ്രിക്സ്, നമ്പർ ഓഫ് സ്റ്റീലിൻ്റെ കിലോഗ്രാംസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയാണ് നോക്കുന്നത്. ഞാനിപ്പോൾ വോളിൻ്റെ ബ്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. വ്യൂവിൽ തന്നെ പോവുക. ഞാനത് ലെവൽ 2 പൊയ്ക്കോട്ടെ. വ്യൂവിൽ പോയിട്ട് ഇവിടെ തന്നെ ഷെഡ്യൂളിൽ ന്യൂ ഷെഡ്യൂൾസ് എടുക്കുക. ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബ്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ബ്രിക്സ് അറിയാനുള്ള ഫോമുല എന്ന് പറയുന്നത് ടോട്ടൽ വോള്യൂം ഓഫ് ദ വോൾ ബൈ വോള്യൂം ഓഫ് എ ബ്രിക്ക്, എ സിംഗിൾ ബ്രിക്ക്. ഇപ്പോൾ സിംഗിൾ ബ്രിക്കിയുടെ വോള്യൂം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തന്നെ 2 ടൈപ്പ് ഓഫ് ബ്രിക്സ് ഉണ്ട്, മോഡുലർ ബ്രിക്സ് പിന്നെ ട്രഡീഷണൽ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബ്രിക്ക് അനുസരിച്ച് നമുക്ക് ഓരോരോ ബ്രിക്കിൻ്റെയും വോള്യൂം നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതാണ് 0.002 മീറ്റർ ക്യൂബ് വോള്യൂം ഓഫ് എ സിംഗിൾ ബ്രിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്പർ ഓഫ് ബ്രിക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുള്ളത് ഞാൻ എടുത്തു, ആർക്കിടെക്ചർ എടുത്തു. ഇവിടെ ഞാനിപ്പോൾ വോളിനുള്ളതാണ് എടുക്കുന്നത്. വോൾ ഷെഡ്യൂളാണ് ഞാൻ പിന്നെ നോക്കാൻ പോകുന്നത്. ഓക്കെ കൊടുത്തിട്ട് എടുക്കുമ്പോഴത്തേക്കും വോളിലുള്ള സംഭവങ്ങളല്ല ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് അഗൈൻ ഫാമിലി ആൻഡ് ടൈപ്പ് മസ്റ്റാണ് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വോള്യൂം ഓഫ് ദ വോൾ, അത് വേണമല്ലോ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് ബ്രിക്സ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ വോള്യൂം ഓഫ് ദ വോളും കൊടുത്തു. വോള്യൂമും ഫാമിലി ആൻഡ് ടൈപ്പ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ എടുക്കാം ഫോർ റെഫറൻസ്. പക്ഷേ ഈ ഒരു ഫോർമുലക്കകത്ത് എന്തൊക്കെയാണ് വേണ്ടത് അത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ വോള്യൂം എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ പോകുമ്പോഴത്തേക്കും ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് ഓക്കെ എന്നുള്ളത് കൊടുത്തു. ഇവിടെ കോമൺ ആണ്, ഇവിടെ നമ്പറാണ് വരിക, ഇവിടെ കറൻസി അല്ല നമ്പറാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർമുല ഞാൻ എടുക്കുമ്പോഴത്തേക്കും വോള്യൂം എടുത്തു. വോള്യൂം ഡിവൈഡഡ് ബൈ 0.002 ഓക്കെ കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇത് കിട്ടി. ഇനി പിന്നെ സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ചെന്നിട്ട് ഫാമിലി ആൻഡ് ടൈപ്പ് എടുക്കുക, ഹെഡർ, ബ്ലാങ്ക് ലൈൻ കൊടുക്കുക, ഗ്രാൻഡ് ടോട്ടൽസ്, ഇതൊക്കെ നമുക്ക് ആ ഒരു വിസിബിളിന് വേണ്ടിയിട്ട് വരുന്ന സംഭവമാണ്. പിന്നെ ഫോർമാറ്റിങ്ങിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരേണ്ടത്. സെൻറ്ററിലോട്ടാക്കുക. ഇവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് മാറ്റിയിട്ട് കാൽക്കുലേറ്റ് ടോട്ടൽസ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ വരുന്നുണ്ട്. ഫാമിലി ആൻഡ് ടൈപ്പ് വോള്യൂം ഇതാണ്, ഏരിയ ഇതാണ്, ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് ഇതാണ് വേണ്ടി വരിക. ഇപ്പോൾ 0.40 മീറ്റർ ക്യൂബ് എന്നുള്ള വോള്യത്തിന് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയന് വേണ്ടത് നമുക്ക് 201 ബ്രിക്സ് ആണ് എന്നുള്ളത് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് വേസ്റ്റേജ് മീൻസ് ഓഫ് കല്ല് അങ്ങനത്തെ ഒക്കെ കൂടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് ടോട്ടൽ കല്ല് ഇത്രയാണ്, അപ്പോൾ മീൻസ് ടോട്ടൽ ബ്രിക്ക് കട്ട ഇത്രയാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുക എന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡി കോളമാണല്ലോ ഇപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അതിനെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോർമാറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ യൂസ് ഡീഫോൾട്ട് സെറ്റിങ്സിനുള്ളത് അൺചെക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ യൂണിറ്റ് എന്നുള്ളത് ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ്ഡ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ റൗണ്ടിങ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ഞാൻ എന്താ ടു ദ നിയറസ്റ്റ് 1 കൊടുക്കാം, അല്ലെങ്കിൽ 10 കൊടുക്കാം. ഓക്കെ, ടു ദ നിയറസ്റ്റ് 1 or 10 കൊടുക്കാം. അതർവൈസ് 0 ഡെസിമൽ ഉള്ളത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സംഭവം ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടു 201 എന്നുള്ളടുത്ത് 200, 320 അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടും. പിന്നെ മാർജിൻ വെച്ചിട്ടാണല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ബ്രിക്സ് ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിനും നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ട്. പിന്നെ എത്ര കിലോ ആണ് സിമെൻറ്റ് വേണ്ടതെന്നുള്ളത്, വോള്യൂം വെച്ച് കണ്ടുപിടിക്കാനുള്ളത് എല്ലാം നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഫോർമുലാസ് യൂസ് ചെയ്യുക. ഫോർമുലാസിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഷെഡ്യൂളിൽ കയറ്റുക. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും അത് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഷെഡ്യൂൾസ് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതും കൂടെ നോക്കാം. ഇപ്പോൾ ഈ ഒരു 6 ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ദർ ഈസ് ആൻ റിപ്പോർട്ട്സിൽ പോയിട്ട് ഷെഡ്യൂൾ എടുക്കുക. ഷെഡ്യൂൾ എടുക്കുമ്പോൾ വോൾ ഷെഡ്യൂൾ 2 ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നമ്പർ ഓഫ് ബ്രിക്സ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒരിടത്ത് TXT മീൻസ് ടെക്സ്റ്റ് ഫയലായിട്ട് മാത്രമേ ഇത് സേവ് ആവത്തുള്ളൂ. ഇപ്പോൾ എല്ലാം എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ളത് ചോദിക്കുന്നു. അത് നമ്മളെല്ലാം കൊടുക്കുക. ഇവിടെ നമുക്ക് സ്പേസ് വേണമെങ്കിൽ സ്പേസ് കൊടുക്കാം, ടാബ് വേണമെങ്കിൽ ടാബ് കൊടുക്കാം. അതൊക്കെ ഫീൽഡ് ഡീലിമിറ്റഡ് ആണ്. പിന്നെ ടെക്സ്റ്റ് ക്വാലിഫയർ എന്നുള്ളതും കൂടെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ,
എന്നിട്ട് എനിക്കിപ്പോൾ കാണുന്നത് വോൾ ഷെഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിനെ ഓപ്പൺ വിത്ത് എന്നുള്ളത് എക്സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സെല്ലിൽ തന്നെ ഇത് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, നമുക്കിങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട ഫോർമുലാസ് എല്ലാം ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വോളിൻ്റെ എടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ റൂഫിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഫിൻ്റെ, അതുപോലെ ഓരോരോ കോമ്പണൻറ്റിനും നമുക്ക് എടുത്തിട്ട് ഇതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. അത് ക്വാണ്ടിറ്റി ബേസ് ആകാം, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ്, പിന്നെ കോസ്റ്റ് എസ്റ്റിമേഷൻ ആകാം, അത് ഇൻ ടേംസ് ഓഫ് മെറ്റീരിയലും ആകാം, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. അതർവൈസ് നമുക്കിപ്പോൾ ഇങ്ങനെ കോൺട്രാക്ടർ രീതിയിലാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ഇതൊക്കെയാണ് ജോലി പോകുന്നതിനുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും, ആ റേറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഫ് ഇൻ കേസ് മെറ്റീരിയലിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെറ്റീരിയലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ നേരെ നമ്മൾ ആ ഒരു മെറ്റീരിയൽ ബ്രൗസറിൽ പോയിട്ട് ആ ഒരു മെറ്റീരിയലെ മാത്രം എടുത്തിട്ട് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഷെഡ്യൂളിലുള്ള എമൗണ്ട് ചേഞ്ചായി കിട്ടും. ഇങ്ങനെയാണ് എസ്റ്റിമേഷൻ ഷെഡ്യൂൾസ് ചെയ്യേണ്ടത്. ഓക്കെ.